രാവിലെ കുഞ്ഞുമുട്ട എഴുന്നേറ്റിട്ടുണ്ട് ഇല്ലേ? രാവിലെ മുട്ട പിന്നെ എഴുന്നേറ്റു 7 മണിയായപ്പോ എഴുന്നേറ്റ് കേട്ടോ. പിന്നെ നമ്മള് ഉറങ്ങിയില്ല. എന്നാ എന്താ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ? അവിടെ നോക്കിക്കേ. ഫോണ് നമ്മള് വീട്ടിൽ നിന്നൊക്കെ വിളിക്കുവാനേ നല്ല രീതിയിൽ ക്യാമറ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അതുപോലെ എന്റെ വീട് നമ്മളടുത്ത് ഫോൺ നോക്കുവാണെങ്കിൽ നമ്മള് കാണാതെ നമ്മള് കുറെ കഴിഞ്ഞ് നമ്മള് നോക്കുമ്പോ ഫോണിൽ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നതാണ് അല്ലേ? കൊച്ചിനെ കുറിച്ചല്ല, എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. രാവിലെ ഞാൻ തോളൊക്കെ ഇരിക്കുന്നതാണ്. പോട്ടെ സുഖമാണോ ചോദിച്ചേ? സുഖമാണോ ചോദിച്ചേ? ആവട്ടാ. എല്ലാ അമ്മമാർക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ ഒരു ഉമ്മോട്ട്. ഇച്ചിരി കഴിയുമ്പോ ഞങ്ങളായിരിക്കും വീഡിയോ എടുക്കുന്നത് കേട്ടോ, ആദ്യക്കുട്ടനെ പോലെ അല്ലേടാ. നമ്മള് ഫോൺ കാണിക്കരുതെന്നൊക്കെ വിചാരിക്കുന്നത്. അവളറിയാണ്ട് എന്റെ ഫോണെ നോക്കുവര്. ഇവളെന്റെ തോളം കയറി. അതൊക്കെ രാവിലത്തെ പണികൾ മുഴുവൻ അച്ഛനാണ്. അല്ലെങ്കിൽ അതേട്ടോ, ഇന്നലെയൊക്കെ മുഴുവൻ പണി അച്ഛൻ ചെയ്തു. എനിക്കറിയാം അല്ലേ? എന്തൊക്കെയോ ഞാൻ എന്തൊക്കെയോ ചെയ്യാൻ നടന്നു. അതിൻ്റെ ഇടയിൽ അവിടെ കൊച്ചിന്റെ വീഡിയോ എടുക്കാൻ തന്നെ ആ കുട്ടനെ ഉറക്കി സെറ്റാക്കി. അപ്പോൾ നമ്മളിനി കുറച്ച് കറിയൊക്കെ വെക്കാം. അപ്പോൾ ആദ്യം കറി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇടയ്ക്ക് അവളെ എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്നിട്ട് ഓഫ് ചെയ്ത് വെച്ചു, കഴിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ വാഴയ്ക്കായും പയറും കൂടെ കറി വെക്കാൻ വേണ്ടിയിട്ട്, ചെറുപയറും വാഴയ്ക്ക പച്ച വാഴയ്ക്കയും കൂടെ കറി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് തേങ്ങാ ചിരണ്ടി മുളകൊക്കെ ചേർക്കണം. അതിന് പരിപാടി കേട്ടോ. ആച്ചാച്ചൻ ഇവിടെ പോയി കടയിൽ പോയി സാധനമൊക്കെ മേടിക്കാനായിട്ട്. രാവിലെ എനിക്ക് പുഴുങ്ങിയത് മുട്ടയാണ് കഴിഞ്ഞിടയും അതിങ്ങനെ ഇരിക്കുന്നു. അതിനി അവിടെ ഇരുന്ന് തണുത്ത് മരച്ച് കുറേ കഴിയുമ്പോഴാണ് ഞാൻ എടുത്ത് കഴിക്കത്തുള്ളൂ. അതാണ് എൻ്റെ പ്രത്യേകത. ഇന്നൊക്കെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അവിടുത്തെ വെയിലടിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ഞാൻ നമ്മുടെ ചെടിയൊക്കെ കാണിച്ചു തരാം. എല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്നു കേട്ടോ. ഫുള്ള് നമ്മുടെ തുണികളാണ് നമ്മുടെ സ്റ്റാൻഡ്. തുണി ഫുള്ളും വെയിൽ തെളിഞ്ഞപ്പം പുറത്തെടുത്തിട്ടാണ് കേട്ടോ. ഭയങ്കര സൗണ്ടാണ് ഈ കഥകിന്. ആ സൗണ്ട് കേട്ടിട്ട് വേണം അവൾ എഴുന്നേക്കാൻ. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പതിയെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാത്രമൊക്കെ കഴിയുമ്പോൾ വെള്ളം വീഴുന്ന സൗണ്ട് എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല. അതുകൊണ്ട് പാത്രം എല്ലാം കഴുകാതെ കൂട്ടിയിടും. അവൾ എണീറ്റ് കഴിഞ്ഞിട്ട് പാത്രം കഴുകുള്ളൂ. കാരണം ഇവിടെ ആകപ്പാടെ ഒരു റൂമല്ലേ ഉള്ളൂ. അപ്പം അടുക്കള തൊട്ടടുത്തായതുകൊണ്ട് ചെറിയ സൗണ്ട് പോലും അവൾക്ക് കേൾക്കാം. ഇപ്പം ഞാൻ എന്താ പറയുക, ഫോണിൽ സംസാരിക്കുന്നത് അവൾ കേൾക്കും. നല്ല ഉറക്കമാണെങ്കിൽ ഒന്നും അറിയില്ല കേട്ടോ. പക്ഷേ ചെറുതായിട്ട് ഉറക്കമാണെങ്കിൽ എന്ത് സൗണ്ട് കേട്ടാലും എഴുന്നേക്കും. ഇപ്പം നമ്മുടെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. 20 മുട്ടയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഈ ട്രെയിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തവിട് പൊടിയായി പോകും, എന്തെങ്കിലും ഒരെണ്ണെങ്കിലും പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഞാൻ എടുത്ത് വെക്കാം. ഇതിങ്ങനെ അടച്ചു വെക്കാനുള്ള ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്രയും പേർക്ക് ഒരു ട്രെയിനിൽ തന്നെ വെച്ചപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് അതൊന്നും വേണ്ടല്ലോ, രണ്ടും കൂടെ ആക്കുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുവാണ്. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവിടെ ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് തകർത്ത് മറിയാണ് കേട്ടോ. അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. എന്നടി പെണ്ണേ, നമുക്ക് ചെറുതായിട്ട് ആവശ്യം വരുന്നുണ്ട്. ഇങ്ങനെയാണ് നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഉറങ്ങുന്നില്ല, അതാണ് പ്രശ്നം. അപ്പം ഇനി എടുത്തുനിന്ന് ഉറക്കി സെറ്റാക്കണം. അപ്പം ഞാൻ ഈ വോയിസ് കൊടുത്തു കഴിഞ്ഞിട്ട് ശരിയാക്കാം. നല്ല ആവട്ടാ അല്ലേ? എന്നെ പറ്റിയേ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ആവട്ടെ. എന്നോട് പോന്നെ അങ്ങക്ക് എന്നെ പൊന്നെ എല്ലാവർക്കും ഹായ് പറഞ്ഞേ. അപ്പം പക്ഷേ ഇതിങ്ങനെ ഞാൻ കഞ്ഞി പാർത്തു. പാർത്തതിന് ശേഷമാണ്
ഭയങ്കര സൗണ്ടായിരുന്നു, എളുപ്പമായിരുന്നു. പ്രാർത്ഥനത്തിന് ശേഷമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലായി. ഈ അകത്ത് താഴ്ന്നു ഇവിടെ കെറ്റിലിരുന്നാൽ ഇരയ്ക്കുവാണ് കേട്ടോ. ഹലോ, അപ്പം ഞാനിങ്ങനെ കട്ടപ്പനയെ കൂടെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുകയാണ് ഗൈസ്. അച്ഛനെയും ആവട്ടനെയും വീട്ടിലാക്കി കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം എല്ലാവരും കൂടി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ട് അവളെ ഉറക്കി സെറ്റാക്കിയിട്ട് ഞാൻ ഇറങ്ങി. ഭയങ്കര വെയിലാണ്. ഇന്നലെ വരെ കഠിനമായ മഴയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് കാണാൻ രസമുണ്ടല്ലേ. അപ്പം കുറച്ച് സാധനങ്ങൾ മേടിക്കണം. പിന്നെ ഔട്ടിനും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വാങ്ങണം. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ഒരു കവറും മേടിക്കണം. ഇതൊക്കെയാണ് മെയിൻ പരിപാടി. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പരിപാടി. നടന്ന് കയറ്റം കയറി വന്ന് ഞാൻ ക്ഷീണിച്ചു. ഞാൻ പഴയ സ്റ്റാൻഡിലേക്ക് എത്താറായി ഗൈസ്. അതിലേക്ക് എത്തണമെങ്കിൽ ഒരു വലിയ കയറ്റം ഉണ്ടായിരുന്നു. ആ കയറ്റം കയറി ഇതിൽ പെട്ടെന്ന് തിരിച്ച് ചെല്ലണമല്ലോ. അതാണ് ഇതിൻ്റെ പ്രശ്നം. കാണിച്ചുതരാം. പഴയ സ്റ്റാൻഡ് ഞായറാഴ്ചയാണ് കേട്ടോ. ഞാൻ ഇന്ന് ഇറങ്ങി വരുന്ന ദിവസം ഞായറാഴ്ചയാണ്. വീഡിയോ ചിലപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും വരുന്നത്. ഓരോന്നോരോന്നായിട്ട് മേടിക്കട്ടെ. കുറേ സാധനമൊക്കെ മേടിച്ചു. ഇനിയും കുറേ സാധനം മേടിക്കാനുണ്ട്. അതിൽ അത്യാവശ്യമായിട്ടൊരു ബാഗ് മേടിക്കണം. അത് മേടിച്ചു കിട്ടും. കാരണം അവളെയും കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ അവളുടെ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു കുഞ്ഞു ബാഗ് മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചു. നേരത്തെ എനിക്കുണ്ടായിരുന്നു, അത് പോയി. അത് കണിയങ്കോയിലാണ് കേട്ടോ, ഇവിടെ ഇല്ല. അല്ലെങ്കിൽ അത് പോയി കിട്ടും മൊത്തം. അപ്പം അത് വാങ്ങിച്ചു. ഇന്ന് ഫുള്ളും ഭയങ്കര തിരക്കാണ്. ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ട് അല്ല, നമ്മൾ മലയാളികളെ മാത്രമേ ഇല്ലാത്തുള്ളൂ. ബാക്കി ആൾക്കാരാണ് മൊത്തം. കേരളമാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. അതോ ഇനി എനിക്ക് സംസ്ഥാനം മാറിപ്പോയതാണോ? എന്തായാലും കൊള്ളാം, അടിപൊളി. എല്ലാം മേടിച്ച് ഞാൻ തിരിച്ചു വന്നു. ഇതാണ്ട് ഇവിടെ എന്നാണ്ട് അപ്പനും മോളോട് എന്നാ എടുക്കുമായിരുന്നു. അയ്യോ ഭാഗ്യം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എഴുന്നേറ്റ്. അയ്യോ വീഡിയോ എടുക്കുമെന്ന് ചിരിച്ചു കാണിക്കാമോ? അത് നല്ല മൂടൊന്നും അല്ല കേട്ടോ. സങ്കടം വരുന്നുണ്ട്. ഇത്രയും നേരം എവിടെയോ പോയി തെണ്ടി തിരിഞ്ഞ് ചെന്നിട്ട് വീഡിയോ എടുക്കുവാണോ എന്ന് അല്ലേ. ഔട്ടനൊന്നും മേടിച്ചില്ല, ഒന്നും മേടിച്ചില്ല. ഔട്ടനൊന്നും മേടിച്ചില്ല. എല്ലാം അമ്മയ്ക്ക് മാത്രം മേടിച്ചോളൂ. ഒന്നും മേടിച്ചില്ല. സുഖിയും മേടിച്ചിട്ടുണ്ട്. പള്ളി പോണ്ടേ ഔട്ടാ? നമുക്ക് പള്ളിയിൽ പോണ്ടേ ഔട്ടി? ഓക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നാന്നറിയത്തില്ല, ആദ്യമായിട്ടില്ല ഇങ്ങനെ. അല്ലേ അച്ഛൻ ഞാനിവിടെ വീട്ടിൽ മമ്മീനെ ഏൽപ്പിച്ചിട്ടല്ലേ പോവാ. രണ്ടുപേരുടെ വഴി ഇത് ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ട് എന്നാ തിരക്കാണോ എൻ്റെ ദൈവമേ. പാട്ടാ എൻ്റെ ആശാശ കടകളിലൊക്കെ ഒരു തിരക്ക് കാണണം ഞായറാഴ്ചത്തെ. അല്ല, ക്രിസ്മസിൻ്റെ അല്ല, മറ്റേ മലയാളികളൊന്നുമില്ല കടയിലെങ്ങും. എടുത്തു കൊടുക്കാൻ നിൽക്കുന്നവർ മാത്രമേ ഉള്ളൂ മലയാളികൾ. ബാക്കി എല്ലാവരും ബാക്കി ആൾക്കാർ. എൻ്റെ അമ്മ. അപ്പോൾ ശരി, ഓക്കെ. ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ ഒന്ന് എടുക്കട്ടെ. നല്ലതാണോ? 200 രൂപ. വല്ല 700-ൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, 750 അങ്ങനെയാണ്ടൊക്കെ. ഞാൻ പറഞ്ഞു കാണിക്കേ വേണ്ട, അത്രത്തിൻ്റെ ഒന്നും വേണ്ടെന്ന്. കവർ മാറി, കവർ ഫോണിൽ ഇട്ടുകൊണ്ട് വന്നു. പഴയ കവർ കിടപ്പുണ്ട്, വേണമെങ്കിൽ എടുക്കാം. അത് പൊട്ടിക്കീറി നാശമായിപ്പോയി അല്ലേ. ഇത് മാമോദിസയ്ക്ക് ഗിഫ്റ്റ് കിട്ടി കൊടുപ്പാണ് കേട്ടോ ഔട്ടിനും അന്നക്കുഞ്ഞിനും കിട്ടി ഒരേപോലത്തെ. അപ്പോൾ ഓക്കെ ഉമ്മ ഇതൊക്കെ പറഞ്ഞാൽ കൈ വെക്കുന്നുണ്ട്. ഞങ്ങൾ ഔട്ടിനെയും കൊണ്ട് പള്ളിയിൽ പോവാണ്. അത് ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടല്ലേ. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ മാമോദിസ പള്ളിയിൽ നിന്ന്. പിന്നെ അന്നൊരു ദിവസം മറ്റേ വാഴത്തോപ്പി പോയതുള്ളായിരുന്നു അല്ലേ. ചക്കരേ ഞങ്ങൾ പതുക്കെ ഒരു കൊടയൊക്കെ ചൂടി നടന്നു പോകാന്ന് വിചാരിക്കുന്നു അല്ലേ. അത്രേ ഉള്ളൂ അല്ലേ. ഇപ്പൊ പതുക്കെ ഞങ്ങൾ പോട്ടെയാണ്. ഫോണിൽ ചാർജ് ഇല്ല, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഓട്ടോ കിട്ടും. ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരമൊന്നും ഇല്ല കേട്ടോ, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. പക്ഷെ നമ്മൾ ഇച്ചിരി താമസിച്ചുകൊണ്ട് ചിലപ്പോൾ ഓട്ടോയ്ക്ക് പോകും. എന്തായാലും പോകാം. ഓക്കെ. അപ്പോൾ
അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. പള്ളിയിൽ പോയി ഒഴുകി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ഫോണിൽ ചാർജ് ചെയ്തു. അങ്ങനെ ആ വീട്ടിലും കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് പള്ളിയിൽ പോയി. പക്ഷേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, വഴക്കുണ്ടാക്കുമോ എന്താകും എന്നൊക്കെ. ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല അടിപൊളിയായിട്ടിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു പകുതി വരെ ആൾ ഉറങ്ങാതെ ഇങ്ങനെ ലൈറ്റും ആൾക്കാരെയൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ, ആൾക്കാരെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ഉറങ്ങിപ്പോയി. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ വീണ്ടും എഴുന്നേറ്റു കേട്ടോ. അല്ലേ, അച്ഛൻ കണ്ടില്ല, അച്ഛൻ നോക്കിയായിരുന്നോ? ഒരു കുഴപ്പമില്ലാതെ കേട്ടോ, ഭാഗ്യം. ഞങ്ങൾ പിന്നെ തിരിച്ച് എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഭയങ്കര കാറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി കാറ്റടിച്ചിട്ടുണ്ട്. നമ്മൾ കാറ്റടിയൊന്നും കൊള്ളിക്കുന്നില്ലായിരുന്നു, അതുകൊണ്ട് വല്ല ജലദോഷക്കോളോ അങ്ങനെ എന്തെങ്കിലും എന്നാലുള്ളൊന്നും പ്രശ്നമൊന്നുമില്ല. എന്തായാലും പള്ളിയിൽ പോയി അടിപൊളിയായിട്ട് അല്ലേ, ടെൻഷൻ അടിച്ച പോലെ ഒന്നും അവൾ കരഞ്ഞൊന്നുമില്ല. അപ്പോൾ ഇനി എല്ലാ ആഴ്ചയിലും ആളെയും കൊണ്ട് പള്ളിയിൽ പോകാം എന്നൊരു കോൺഫിഡൻസ് വന്നു അല്ലേ. എന്തോന്നും ഉണ്ടാത്തേ? അപ്പോൾ എന്താ, വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.